നിനക്ക് കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ തനിയെ ഉണ്ടാക്കി കുടിക്ക്. എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ കുടിക്കുന്ന ശീലം വേണ്ടെന്ന് വെക്കണം. ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നത് നോക്കി എൻജോയ് ചെയ്തോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? എന്താ നിങ്ങൾക്കൊരു മാറ്റം? മാറും ഇളയമ്മേ, ഇന്ന് തൊട്ട് എല്ലാം മാറാൻ പോവാ. അവരവർക്കുള്ള ജോലി അവരവർ തന്നെ ചെയ്യണം. ആർക്കും ഞങ്ങള് വേലക്കാരൊന്നും അല്ല. എടുത്തി കോഫി. ഇല്ല ഇല്ല. എനിക്ക് കോഫി ഇല്ലെന്നോ? ഇല്ലാന്ന് പറഞ്ഞാ ഇല്ലെന്നാ അതിന്റെ അർത്ഥം. എനിക്ക് കോഫി തരില്ലെന്നോ? ഞാൻ ചോദിച്ചിട്ടും തന്നില്ല അഖിൽ. ആന്റി ചോദിച്ചിട്ടും കൊടുത്തില്ല. എന്താന്ന്? എന്റെ കാർത്തികയ്ക്ക് കോഫി നിങ്ങൾ കൊടുത്തില്ലേ? കൊടുക്കുന്നില്ല. അതിനിപ്പോ എന്താ? എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കാർത്തികയ്ക്കെങ്കിലും കൊടുക്ക്. എന്തിനു കൊടുക്കണം? എന്തിന്? അവൾക്ക് എന്താ കൈയില്ലേ? ഉണ്ടാക്കാൻ പറ്റില്ലേ? അവളും ഞങ്ങളെപ്പോലെ ഈ വീട്ടിലെ മരുമകളല്ലേ. അവളും വീട്ടു ജോലി ചെയ്യണമല്ലോ. ഞങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? നിങ്ങളിപ്പോ ഒരു കാര്യം മറന്നുപോയ എടുത്തുമാരെ, കാർത്തിക് എന്റെ വൈഫാണ്. അതിന് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? നീ ഇളയമയും കൂടി എന്റെ റൂമിൽ പോയി വെയിറ്റ് ചെയ്യ. ഞാൻ പോയി കോഫി ഉണ്ടാക്കിക്കൊണ്ടുവരാം. അഖിൽ, സത്യമാണ് അഖിൽ. എനിക്ക് വേണ്ടി നീ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരുമോ? ഞാൻ നിന്റെ ലവറാ കാർത്തിക, നിന്റെ ഹസ്ബൻഡ്. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ ഏടത്തിമാരെ നിനക്ക് കോഫി തന്നാൽ എന്താ, തന്നില്ലെങ്കിൽ എന്താ? നിനക്ക് ഞാനുണ്ട് കാർത്തിക. ഇവരെക്കാളും നന്നായിട്ട്, വളരെ നന്നായിട്ട് കോഫി ഉണ്ടാക്കി ഞാൻ തന്നിരിക്കും. എന്താ പറഞ്ഞേ? കോഫി ഞങ്ങൾക്കാളും നന്നായിട്ടുണ്ടാക്കുന്നോ? എന്താ എന്റെ വലിയടത്തി, എന്നെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കാണോ? ഭാര്യമാർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്താ പിന്നെ തലയിലായിരിക്കും കേറിയിരിക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ നാരോ മൈൻഡ് അല്ല എടുത്തി, ബ്രോഡ് മൈൻഡാ. എന്റെ വൈഫിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും പണയം വെക്കും. കൊടുത്തോളൂ അനിയ. എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് എന്താ. ചേച്ചി വന്നേ. ഇതെന്തോ ഡ്രാമ പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് ഇവരുടെ സ്വഭാവത്തിലൊരു മാറ്റം. കാർത്തിക, ഇളയമേ, നിങ്ങൾ റൂമിൽ പോയി വെയിറ്റ് ചെയ്യാം. ശരി. കാർത്തിക, ഷുഗർ 1 സ്പൂൺ ഓർ 2 സ്പൂൺ? 2 സ്പൂൺസ്. ശരി. വാ ആന്റി. കോഫി വേണോ ലഡി? കോഫി കൊണ്ടുവരാം. നല്ല അടിപൊളി കോഫി കൊണ്ടുവരാം. അയ്യോ, എനിക്ക് തല കറങ്ങുന്നെടി. ആന്റി, എനിക്കിപ്പോ എന്ത് സന്തോഷം അറിയോ? എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുവാണ്. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാടി ഈ ഉത്സാഹവും ചാടിത്തുള്ളലൊക്കെ? എന്റെ അഖിൽ എനിക്ക് വേണ്ടി കോഫി ഇട്ടോണ്ട് വരാൻ പോവാ. ഇതിനൊക്കെ ആരാ ഇത്രയും സന്തോഷിക്കുന്നേ? ആന്റിക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലായേനെ ആ സന്തോഷം എങ്ങനെയുള്ളതാണെന്ന്. എന്താടി അവസാനം എന്നെ തന്നെ നീ കളിയാക്ക്? എന്നാലും എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. ആന്റിക്ക് എന്ത് ഡൗട്ടാ? ഒരിക്കലും ഇല്ലാത്തതുപോലെ ഭാവനയും വസുവും നിന്നോടെന്തിനാ റിവേഴ്സായി സംസാരിച്ചത്? ആന്റിക്കും കോഫി തരില്ലെന്നല്ലേ അവര് പറഞ്ഞേ? എന്റെ കാര്യം വേറെ, നിന്റെ കാര്യം വേറെ. അവരുടെ കണ്ണില് നീ ഇപ്പം വേറൊരു കൊച്ചു കുട്ടിയാ.
ഇപ്പൊ ഞാൻ വലിയ കുട്ടിയായെന്ന് അവര് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാ എന്റെ ജോലിയെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് അവര് പറഞ്ഞത്. അയ്യോ ആ കാര്യല്ലടി, നമ്മുടെ അഖില് അവന്റെ ഏട്ടത്തിമാരോട് എന്തിനാ ചൂടായത്? ലവ് ആന്റി, എന്നോട് അഖിലിന് ഭയങ്കര ലവ് ആണ്. ഓടി കഴുതേ. അഖിലിന് ഭാവനയോടും വസുവിനോടും ഒടുക്കത്തെ ഭക്തിയും ബഹുമാനമൊക്കെയാ. അങ്ങനെ ഒരുത്തൻ അവരോട് തന്നെ എതിർത്ത് സംസാരിക്കുമ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രണയം ഒരാളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും ആന്റി? അഖിലിന് എന്നെക്കാളും ഈ ലോകത്ത് വലുതായിട്ട് ആരുമില്ല, ഇൻക്ലൂഡിങ് എന്റെ അമ്മാവനും അമ്മായിയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അഖിൽ ആരോട് വേണമെങ്കിലും എതിർത്ത് നിൽക്കും. He is my hero. ഞാൻ അവന്റെ ഹീറോയിനും. എന്തൊക്കെയായാലും ഹസ്ബൻഡ് ഇല്ലാത്ത നിങ്ങൾക്ക് സ്നേഹത്തെ കുറിച്ച് എന്തറിയാം? നോക്ക്, നിന്നെ കുറിച്ച് നീ എന്ത് വേണേലും പറഞ്ഞോ, എന്നെ കുറിച്ച് എന്തിനാ പറയുന്നേ? ഇതിന് എനിക്കൊരു രണ്ടാം കല്യാണം വേണോന്ന് ഞാൻ പറയുന്നേ. അതങ്ങനെ കഴിപ്പിക്കില്ലല്ലോ. ആ ട്യൂഷൻ മാസ്റ്റർ അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വന്നതേ ഇല്ല. എന്റെ രാജകുമാരൻ എവിടെയാണോ എന്ത് ചെയ്യാണോ എന്തോ. ഞാൻ എത്തിയല്ലോ. എന്താ അഖിൽ കോഫി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നെ? നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടല്ലേ കോഫി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നേ, അതുകൊണ്ടാ ചെറിയൊരു ഡെക്കറേഷൻ. കണ്ടോ ആന്റി, that is my love. ഇതെന്റെ കാർത്തികയ്ക്ക്. So sweet of you അഖിൽ, love you, thank you. ഇന്നാ എടുക്ക വേണമെങ്കിൽ എടുത്തോളാൻ. കോഫി ശരിക്കും നീ തന്നെ ഉണ്ടാക്കിയതാണോടാ? ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. എന്താ ഡൗട്ട് ഉണ്ടോ? അതല്ലടാ, നീ സാധാരണ കിച്ചന്റെ അടുത്ത് പോലും പോവാറില്ലല്ലോ. എന്റെ കാർത്തികയ്ക്ക് വേണ്ടി ഞാൻ കാട്ടിൽ വേണമെങ്കിലും പോവും. കേട്ടല്ലോ ആന്റി, എനിക്ക് വേണ്ടി അഖിൽ കാട്ടിൽ വരെ പോകുന്നാ പറയുന്നേ. I love you so much അഖിൽ. I love you too much കാർത്തിക. കോഫി തണുത്ത് പോ, വേഗം എടുത്ത് കുടിക്കേ. എന്തു പറ്റി? ഈ കോഫിയില് മുഴുവൻ ഉപ്പാ അഖിൽ. എടാ പഞ്ചസാര ഇടുന്നതിന് പകരം ഉപ്പാണോടാ ഇട്ടത്? അത് സോൾട്ട് ആയിരുന്നോ ഷുഗർ ആണെന്നാ ഞാൻ വിചാരിച്ചത്. എന്താടാ നിനക്ക് ഉപ്പും പഞ്ചസാരയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? എന്റെ കാർത്തികയ്ക്ക് ആദ്യമായി കോഫി ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റില് ഞാനത് ശ്രദ്ധിച്ചില്ല. I love you more അഖിൽ. I am sorry കാർത്തിക. It's okay baby. ഈ ലോകത്താണെങ്കിൽ നിങ്ങൾ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ള പോലെ ഓവർ ആക്ഷൻ കാണിക്കുന്ന എന്തിനാ? ഇളമിക്ക് എന്താ ഫ്രസ്ട്രേഷൻ? അങ്കിൾ ജീവനോടെ ഇല്ലല്ലോ, അതിന്റെ ഡിപ്രഷൻ. ഇടി വീണ്ടും അയാളുടെ കാര്യം പറഞ്ഞ കഴുത്ത് ചരിച്ച് കൊന്നുകളി ഞാൻ. കാർത്തിക, ഞാൻ വേറൊരു കോഫി എടുത്തോണ്ട് വരട്ടെ? അയ്യോ വേണ്ട അഖിൽ, ഇത് തന്നെ കുടിച്ചോളാം. എടി ഉപ്പ് ചേർത്ത കോഫി നീ എങ്ങനെയാ കുടിക്കുന്നേ? അഖിലിന്റെ കൈ കൊണ്ട് വിഷം തന്നാലും ഞാനത് കുടിക്കും. എന്താ പറഞ്ഞേ? എടി ആവശ്യമില്ലാതെ കമ്മിറ്റ് ചെയ്യാതെ ചത്തുപോവും. ഞങ്ങളുടെ സ്നേഹത്തെ സംശയിക്കാണോ തളെ? ആ കോഫി നീ കുടിക്കുക കാർത്തിക. നോക്കളേമ്മേ, എന്റെ കാർത്തിക കുടിക്കുന്ന കണ്ടോ? നീ കുടിക്കുക കാർത്തിക. സ്നേഹം എന്ന് പറഞ്ഞ ഇതാ, ലവ് എന്ന് പറഞ്ഞാലും ഇതാ.
ഇഷ്ക് എന്നാലും ഇതാ, മുഹബത്ത് എന്ന് പറഞ്ഞാലും ഇതാ, പ്രേമം എന്ന് പറഞ്ഞാലും ഇത് തന്നെയാ. എന്റെ കാതൽ ദേവതയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും. ലവ് യു കാർത്തിക. I love you so much. ഏയ്. നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഛർദിക്കാൻ വരിക. ഉപ്പ് കോഫി കുടിച്ചു കഴിഞ്ഞാ എനിക്കല്ലേ വോമിറ്റിംഗ് വരേണ്ടത്? നിന്നെ അവൻ പറ്റിക്കാൻ നോക്കുന്നതാ. ഇതെന്തോ പ്ലാനിങ് പോലെയുണ്ട്. അവനെ വിശ്വസിക്കരുതടി. നീ സൂക്ഷിച്ചു നടന്നോ. എന്നോടുള്ള സ്നേഹം കാണുമ്പോ നിങ്ങൾക്ക് വലിയ അസൂയാണല്ലേ? എനിക്ക് ഛർദിക്കാൻ വരുന്നു. ഇത് പിടിക്കുക. ഈ അഖിൽ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കണം. ചേട്ടാ, എന്താ റെഡിയാവാൻ നിൽക്കുന്നേ? എനിക്ക് നല്ല തലവേദനയാടാ. ഞാനിന്ന് ഓഫീസിലേക്കില്ല. ഇറ്റ്സ് ഓക്കെ ഏട്ടാ. അഖിൽ, അഖിൽ. എന്താ ഏട്ടാ? ഏട്ടനൊട്ടും സുഖമില്ലെന്ന്, അതുകൊണ്ട് നീ ഇന്ന് ഓഫീസിലേക്ക് വാ. സോറി ഏട്ടാ, എനിക്കിന്ന് വരാൻ പറ്റില്ല. എന്താടാ പറ്റിയേ? നീ എന്താ ഓഫീസിൽ പോവാത്തെ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഏട്ടാ. കുറച്ച് ദിവസം എനിക്ക് റെസ്റ്റ് വേണം. എന്താ വസു, അഖിലെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഉറപ്പായിട്ടും പ്ലാനിങ് തന്നെയാ. എന്താടാ ഇൻട്രസ്റ്റ് ഇല്ലെന്നൊക്കെ പറയുന്നേ? റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയുന്നു. നിനക്ക് എന്താ പറ്റിയേ? ഏട്ടാ, ഇറ്റ്സ് ഓക്കെ ഏട്ടാ. ഓക്കെ അഖിൽ, യു ഡോണ്ട് വറി. അഖിൽ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല വല്യേട്ടാ. എന്താ അഖിൽ ഓഫീസിലേക്ക് പോകാത്തെ? നീ ഇങ്ങോട്ട് വന്നേ. ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. അഖിൽ, ഇളയം എന്തിന് പുറകെ വന്നത്? ഞാൻ വന്നാൽ എന്താണ് പ്രശ്നം? ഓഫീസിലേക്ക് പൊക്കൂടായിരുന്നു അഖിൽ? ഓഫീസിൽ പോയി വേലക്കാരനെ പോലെ ജോലി ചെയ്യാനാണോ? നിന്റെ ഫ്രണ്ട്സ് അത് കണ്ടിട്ട് നിന്നെ കളിയാക്കണോ? സോറി കാർത്തിക, ഇതിനു മുന്നേ നീ പറയുന്ന സമയത്ത് എനിക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഭാസ്കരേട്ടന് തലവേദനയാണെന്നും അഭിയേട്ടന് കുട്ടികളെ കൊണ്ട് പുറത്തു പോകണമെന്നും പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. വലിയേട്ടന് പകരക്കാരനായിട്ടും അഭിയേട്ടന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും എനിക്ക് പോകാൻ പറ്റില്ല. അതേ കാർത്തിക, എനിക്കിപ്പോ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്റെ ഏട്ടന്മാർക്ക് അടിമയാവാതെ ഞാനും വലിയൊരു ബോസ് ആവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇത് അഖിലിന്റെ പ്ലാൻ ആണെന്ന്. എന്ത് പ്ലാനാ? പറയാം, നിക്ക്. നമുക്കിത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാ, നമുക്ക് പോവാം. അഖിൽ, നീയാണോ ഇതൊക്കെ പറയുന്നേ? മോളെ കാർത്തികേ, നോക്ക്, ഇവൻ പറയുന്നത് വിശ്വസിക്കല്ലേ. ഇവൻ ഒരിക്കലും ഇവന്റെ ഏട്ടന്മാരെ എതിർത്ത് സംസാരിക്കില്ല. ഇത് നാടകമാടി, എല്ലാം പച്ചക്കള്ളോ. ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നതും ഇളയമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കാർത്തിക. ആന്റി, കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ? അയ്യോ, അതല്ല മോളെ. നിർത്ത്.
ഇനിയൊന്നും പറയണ്ട. അതിശയാണ്, അഖിലിന് ഇത്രയും നാള് കഴിഞ്ഞിട്ട് നല്ല ബുദ്ധി ഉദിച്ചു. ആ അതെ കാർത്തിക, എനിക്കിപ്പോ നല്ല ബുദ്ധിയാ വന്നത്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മുന്നേറാൻ കഴിയില്ല. എനിക്ക് സ്ഥാനം കിട്ടില്ല, നിനക്കാണെങ്കിൽ ബഹുമാനവും. വാ നമുക്ക് മാറി താമസിക്കാം. വാ വാ. മാറാൻറ്റി, നീ പറയുന്നത് സത്യമാണോ? ആ നിന്നാണ് സത്യം. നല്ല സമയം നോക്കി നമുക്ക് മാറി താമസിക്കാം. എന്താ പോലെ? ഞാൻ പോയിട്ട് വരാം. വാവ്, എന്റെ ഡ്രീം നിറവേറാൻ പോവാ. ആന്റി, എന്റെ ഡ്രീം നിറവേറാൻ പോവാ. എന്റെ സ്വപ്നം സത്യമാവാൻ പോവാണ്. എനിക്കെന്തോ നിന്റെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ തീരുന്നാ തോന്നുന്നേ. ആന്റിക്ക് എല്ലാം ഡൗട്ടാണ്. നിങ്ങൾ മൊത്തത്തിലെ ഡൗട്ടാ. ഒരു ബോക്സ് ഇവിടെ വെക്കാം, വേറൊരു ബോക്സ് ദേ അവിടെ വെക്കാം. പിന്നെ സോറി എടുത്തി, എനിക്ക് റൂം മാറിപ്പോയതാ. സോറി. കാർത്തിക, ഇത് നിന്റെ റൂം തന്നെയാ. ശരിയാണല്ലോ. പിന്നെ എന്റെ റൂമില് നിങ്ങളെല്ലാവരും. നിന്റെ റൂം ഞങ്ങൾ ഹോം തിയേറ്റർ ആയിട്ട് മാറ്റുക മോളെ. ഇവരെ റൂം എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നേ? എന്റെ റൂം നിങ്ങൾ ഹോം തിയേറ്റർ ആക്കി മാറ്റിയാ ഞാനും അഖിലും പിന്നെ എവിടെ പോവും? നീ എന്താ ഈ പറയുന്നേ? നീയും അഖിലും ഈ വീട് വിട്ട് പോവാൻ പോവല്ലേ? ആ അപ്പൊ ഈ റൂം എന്തായാലും എം ഡി ആവുമല്ലോ. വെറുതെ റൂം ഒഴിച്ചിടുന്നത് എന്തിനാന്ന് കരുതി നമ്മൾ ഈ റൂം വേണമല്ലോ. രാത്രി ഞങ്ങൾ എവിടെ കിടന്നുറങ്ങും? ഇത്രയും വലിയൊരു വീടുണ്ടായിട്ട് എവിടെ ഉറങ്ങുന്നു നീ എന്തിനാ ചോദിക്കുന്ന കാർത്തികേ? താഴെ കിടന്നുറങ്ങാം, പിന്നെ ഹാളിൽ കിടന്നുറങ്ങാം, ഗാർഡനിൽ കിടന്നുറങ്ങാം, വേണമെങ്കിൽ ടെറസിന്റെ മുകളിൽ വരെ കിടന്നുറങ്ങാം. അപ്പോ വാഷ്റൂം? അയ്യോ, ഹാളില് കോമൺ ബാത്റൂം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താ പോരെ. ഞങ്ങൾക്ക് തന്നെ റൂം ഇല്ലാതാക്കുകയാണോ? വീട് വിട്ട് പുറത്തു പോകുന്നവർക്ക് റൂമും വാഷ്റൂമും ഒക്കെ വെറുതെ എന്തിനാ കാർത്തിക? എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ പ്ലാൻ എന്താന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? പൊക്കോ, പുറത്തിറങ്ങി പോന്ന്. കാർത്തിക, നീയും പോയിക്കോ മോളെ, ഞങ്ങൾ സിനിമ കാണാൻ പോവാ. ഇപ്പോഴാണ് ഞങ്ങൾ ZTV സബ്സ്ക്രൈബ് ചെയ്തത്. ഒരുപാട് പുതിയ പുതിയ പടങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിനി അധികം സമയമില്ല. വസു, ഇവരെ പുറത്തിറക്കിയിട്ട് കഥ കടച്ചേ, നമുക്ക് എല്ലാവർക്കും സിനിമ കാണാം. അതേട്ടാ, പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് സെറ്റ് ചെയ്തേ. ഓക്കെ ഓക്കെ, ഇപ്പൊ ചെയ്യാം. കാർത്തിക, എന്നാ പെട്ടെന്ന് ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. പൊയ്ക്കോ. ആ വേഗം ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. പാവമ്മ, ചെറിയമ്മ കാണുമ്പോ എനിക്ക് പാവം തോന്നുവോ? നിന്റെ ചെറിയമ്മയ്ക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ ഉണ്ണി. ഭാവനെ, ബസു, നിങ്ങൾ നല്ല കാര്യം ചെയ്യുന്നേ. അഖിൽ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഷോക്കായി പോയി. കാർത്തിക ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന ഇതൊക്കെ ചെയ്യുന്നത്. നാളേക്ക് മുന്നേ കാർത്തികയ്ക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. അവള് തന്നെ വന്ന് ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല എന്ന് പറയിപ്പിക്കണം. അതാണ് ഭാസ്കരേട്ടാ ഞങ്ങളുടെ ലക്ഷ്യം. ഓൾ ദി ബെസ്റ്റ് ബസു. ഐ വിഷ് യു ഗുഡ് ലക്ക്. അവരെന്തിനാ ആന്റി ഞങ്ങളുടെ റൂം ഓക്യുപ്പൈ ചെയ്തേ? അത് നീ വീട് വിട്ടു പോകുന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. ശരിക്കും ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നാണോ? നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമൊന്നുമില്ലല്ലോ. വീട് മാറി പോകാൻ അഖില സമ്മതിക്കണമല്ലോ. കാർത്തിക, ഇളയമേ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? നീ അറിഞ്ഞില്ലേ അഖിൽ? നമ്മുടെ റൂം നിന്റെ ഏട്ടനും ഏട്ടത്തി സ്വന്തമാക്കി. ഞാൻ ഇപ്പൊ അറിഞ്ഞുള്ളൂ കാർത്തിക.
ഇനി നമ്മളുടെ അവസ്ഥ എന്താകും? അവരെന്നോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നീ കേട്ടില്ലല്ലോ. അതെ, ഞാൻ കേട്ടു. നിനക്ക് ഞാനുണ്ട് കാർത്തിക. ഇത്രയും വലിയ അപമാനം സഹിച്ചുകൊണ്ട് നമ്മൾ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. നിന്റെ വീട്ടിലേക്ക് പോവാം. അഖിൽ, നീ പറയുന്നതെല്ലാം സത്യമാണോ? ഇത് സ്വപ്നമാണോ സത്യമാണോ? നീ എന്നെ ഒന്ന് നുള്ളിയേ. അമ്മ നുള്ളാൻ പറഞ്ഞത് അവളെയാടാ, എന്നെയല്ല. അമ്മേ, എന്റെ കാർത്തികൻ നുള്ളിയാം അവൾക്ക് വേദനിക്കില്ലേ ഇളയമേ?